നമസ്കാരം. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സാധ്യതകൾ മങ്ങുന്നതായി റിപ്പോർട്ട്. 97-98 അനുമതി നൽകിയ പാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കടമ്പകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ അറിയിച്ചു. അതേസമയം ദൈർഘ്യം കുറഞ്ഞ ചെങ്ങന്നൂർ-പമ്പ പാതയ്ക്ക് വിശദ പദ്ധതിരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ്, രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എന്നിവർക്ക് നൽകിയ മറുപടികളിലാണ് ശബരി പാതയുടെ പ്രതിസന്ധികളെക്കുറിച്ച് റെയിൽവേ മന്ത്രി വിശദീകരിച്ചത്. പ്രാദേശിക എതിർപ്പുകളും കേസുകളും പദ്ധതി മുടങ്ങാൻ കാരണമാണ്. പദ്ധതിയുടെ ചെലവ് 3726.95 കോടി രൂപയായിരിക്കും എന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് കേരയിൽ കമ്പനി ഡിസംബർ 15-ന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെലവിൻ്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പാതയുടെ അങ്കമാലി കാലടി 7 കിലോമീറ്റർ, കാലടി പെരുമ്പാവൂർ 10 കിലോമീറ്റർ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയിരുന്നു. ബാക്കി പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലൂടെയായിരുന്നു നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെൻറ്റ്. അതേസമയം ചെങ്ങന്നൂർ-പമ്പ പാത 75 കിലോമീറ്റർ അതിൻ്റെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും DPR തയ്യാറാക്കാനാണ് ഇത് എന്നും അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനം തടസ്സപ്പെടുന്നതിന് കാരണം സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്ത് നൽകാത്തതാണ് എന്നും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആലപ്പുഴ-എറണാകുളം പാതയുടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട KC വേണുഗോപാലിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 459.54 ഹെക്ടർ വേണ്ടതിൽ 62.83 ഹെക്ടർ മാത്രമാണ് ഏറ്റെടുത്തത് എന്നും 2125.61 കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെങ്കിലും സ്ഥലമെടുപ്പ് നടക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം അങ്കമാലി എരുമേലി ശബരി റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുള്ള 4800 കോടിയുടെ പദ്ധതി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. വിഴിഞ്ഞം തുറമുഖം വന്ന ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാനാവില്ലെന്നും അതിനാൽ വടക്കോട്ട് റെയിൽപാത അനിവാര്യമാണെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് റെയിൽവേ ബോർഡ് ചെയർമാന് എഴുതിയ കത്തിൽ അറിയിച്ചത്. ശബരിപാത എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള സർവേ 2013 നടത്തിയപ്പോൾ വരുമാനം കുറവായിരിക്കും എന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. ഗതാഗത കുരുക്ക് മൂലം MC റോഡിലെ യാത്രാസമയം വർദ്ധിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് MC റോഡ് വഴിയുള്ള ചരക്ക് നീക്കം കൂടിയാവുമ്പോൾ സ്ഥിതി ഗുരുതരമാവും. MC റോഡിന് സമാന്തരമായി അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയ്ക്ക് ദേശീയപാത അതോറിറ്റി പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. തുറമുഖത്തിൻ്റെ ആവശ്യങ്ങൾ ഈ പാതയ്ക്കും നിറവേറ്റാനാവില്ല. ശബരി റെയിൽപാത ബാലരാമപുരം വരെ മതി. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കുന്നുണ്ട്. 1,00,000-ഓളം ജനസംഖ്യയുള്ള പട്ടണങ്ങളിൽ റെയിൽവേ കണക്ടിവിറ്റി എന്ന റെയിൽവേ നയത്തിന് അനുയോജ്യമാണ് പദ്ധതിയെന്നും ചീഫ് സെക്രട്ടറി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എരുമേലി ബാലരാമപുരം റെയിൽപാത 160 കിലോമീറ്ററാണ്. റോഡ് മാർഗം 153 കിലോമീറ്ററുണ്ട്. കേരളം നിർദ്ദേശിക്കുന്ന സ്റ്റേഷനുകൾ ഇവയൊക്കെയാണ്: ബാലരാമപുരം, കാട്ടാക്കട, നെടുമങ്ങാട്, വെഞ്ഞാറമൂട് റോഡ്, കിളിമാനൂർ, അഞ്ചൽ, പുനലൂർ, പത്തനാപുരം, കോന്നി, പത്തനംതിട്ട, പെരിനാട്, അത്തിക്കയം, എരുമേലി എന്നിവയാണ്. തലസ്ഥാനത്തെ ബന്ധിപ്പിച്ച് 3ാം റെയിൽവേ ഇടനാഴി വിഴിഞ്ഞത്ത് നിന്ന് വടക്കോട്ടുള്ള ചരക്ക് നീക്കം എളുപ്പമാക്കും. നിലവിൽ ഈ ലൈൻ ചരക്ക് നീക്കത്തിന് മതിയാവുകയുമില്ല.